ഇടതുമുന്നണി കൺവീനർ പി ജയരാജൻ 2023 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുവാൻ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരുന്നതായി ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ നടത്തിയ വെളിപ്പെടുത്തലും അത് സംബന്ധിച്ച് അവർ ഹാജരാക്കിയ സാക്ഷ്യങ്ങളും കൺവീനറുടെ പാർട്ടിയായ CPM-നോ ഇടതുമുന്നണിക്കോ ഒന്നും വിശ്വാസ്യമല്ലെങ്കിലും ഇത് സംബന്ധിച്ച സംവാദത്തിലെ കഥാപാത്രങ്ങൾ നടത്തുന്ന അവകാശവാദങ്ങൾ ഡെൻമാർക്കിൽ എന്തോ ചീഞ്ഞു നാറുന്നു എന്ന ചിന്ത പൊതുസമൂഹത്തിൽ പടർത്തുന്നുണ്ട്. ബി.ജെ.പിക്കാരനാകുവാൻ വേണ്ട ക്രമീകരണങ്ങൾ നടത്തിയ നേതാവ് ഇനി ഇടതുമുന്നണിയുടെ ബി.ജെ.പി വിരുദ്ധ പ്രഖ്യാപനങ്ങളുമായി വന്നാൽ ആർക്കാണ് വിശ്വസിക്കാനാവുക? ജയരാജൻ ജാവേദ്കറുമായി നടത്തിയ രഹസ്യമായ കൂടിക്കാഴ്ചയിൽ ഒരു പിശകുമില്ലെന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി അതേ നാവുകൊണ്ട് കൊല്ലത്തെ MP പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ച് പ്രഭാത ഭക്ഷണത്തിന് പോയതിനെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ ആർക്കാണ് ഓക്കാനം വരാത്തത്? ജയരാജന്റെ ബി.ജെ.പി പ്രവേശന നീക്കത്തെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തിയ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റു പലതുമായി കൂട്ടിവായിക്കുമ്പോൾ സത്യം എന്ന് കരുതി പോവുകയാണ്. കോടിയേരിയുടെ മരണത്തെ തുടർന്ന് MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് അദ്ദേഹത്തെക്കാൾ പാർട്ടിയിൽ ഏറെ സീനിയറായ VS-ഉമായുള്ള പോരാട്ടത്തിൽ പിണറായിയുടെ ഉറ്റ വലങ്കൈ ആയിരുന്ന EP-യെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന യാഥാർത്ഥ്യം അക്കാലത്ത് തന്നെ മറനീക്കി പുറത്തു വന്നതാണ്. അന്ന് ഗോവിന്ദൻ നടത്തിയ കേരള യാത്രയിൽ EP പങ്കെടുക്കാതെ വിട്ടുനിന്നതും ഇപ്പോൾ ഫ്രോഡ് എന്ന് വിളിക്കുന്ന ദല്ലാൽ നന്ദകുമാറിന്റെ അതിഥിയായി വെണ്ണലയിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലും കുടുംബക്ഷേത്രത്തിലും പോയി ചടങ്ങുകളിൽ സംബന്ധിച്ചതും എല്ലാം അന്ന് കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. പിന്നീട് ജയരാജന്റെ പിണക്കം തീർത്തതായാണ് വാർത്തകൾ ചോർന്നു വന്നത്. അക്കാലത്ത് പാർട്ടിയുടെ നടപടി ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തിക്ക് ജയരാജൻ തുനിഞ്ഞത് ബി.ജെ.പിക്കാരുടെ ശക്തമായ ഉറപ്പ് കിട്ടിയിരുന്നത് കൊണ്ടാവില്ലേ എന്ന ചോദ്യം സ്വാഭാവികമല്ലേ? പിണറായി വിജയനുമായി പരസ്യമായി ഏറ്റുമുട്ടിയിരുന്ന കാലത്ത് CPM-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ VS ശംഖുമുഖത്ത് നടന്ന പിണറായിയുടെ യാത്രയുടെ സമാപന പരിപാടിയിൽ നിന്നും വിട്ടുനിന്നില്ല എന്ന് ഓർക്കുക. എല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതാണ് സത്യം എന്ന് കരുതുവാൻ ഏറെ ന്യായങ്ങളുണ്ട്. ശോഭാ സുരേന്ദ്രനും EP ജയരാജനും തമ്മിൽ 3 വട്ടം സംസാരിച്ചതായാണ് ശോഭ അവകാശപ്പെടുന്നത്. ഇല്ലെന്ന് ജയരാജനും പറയുന്നു. ശോഭ പറയുന്നത് അനുസരിച്ച ദല്ലാൽ നന്ദകുമാറിന്റെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടന്നത്. അക്കാലത്ത് ബി.ജെ.പിയുടെ അംഗത്വ പരിപാടിയുടെ ദേശീയ കൺവീനർ ആയിരുന്നു ശോഭ. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനായിരുന്നു കൺവീനർ. ബി.ജെ.പി ആസ്ഥാനത്ത് ശോഭയ്ക്ക് പ്രത്യേക മുറിയടക്കമുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. ശോഭയ്ക്ക് 8 സംസ്ഥാനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി ആകാത്തതിൽ EP അമർഷത്തിലാണെന്നും പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേരാൻ തയ്യാറാകുന്നുവെന്നും നന്ദകുമാർ അറിയിച്ചു. നന്ദകുമാർ 2 തവണ അയ്യന്തോളിലെ തന്റെ വീട്ടിൽ വന്നെന്നും ഒരിക്കൽ സഹോദരിയുടെ മകന്റെ വീട്ടിലും വന്നെന്നും അവർ വെളിപ്പെടുത്തി. ഒരിക്കൽ ഇതേക്കുറിച്ച് EP ദല്ലാൽ നന്ദകുമാർ നടത്തിയ സംസാരം എന്റെ വീട്ടിൽ വെച്ച് സ്പീക്കർ ഫോണിലിട്ട് എന്നെ കേൾപ്പിച്ചു അവർ പറഞ്ഞു. ശോഭ വെറും കേരള നേതാവല്ലേ? ജയരാജൻ ചോദിച്ചു. നടക്കുമോ എന്ന് EP സംശയം പ്രകടിപ്പിച്ചു. അപ്പോ അമിത്ഷാ, യോഗി ആദിത്യനാഥ്, നഡ്ഡ തുടങ്ങിയവർക്കൊപ്പം ശോഭ നിൽക്കുന്ന ചിത്രം നന്ദകുമാർ ജയരാജന് അയച്ചു കൊടുത്തു. വെണ്ണലയിലെ വീട്ടിൽ വെച്ചുള്ള സംസാരം 10 മിനിറ്റ് നീണ്ടു. കാര്യങ്ങൾ പുറത്തറിയരുത്, പരമരഹസ്യമായിരിക്കണം എന്ന് EP പറഞ്ഞതായി അവർ വെളിപ്പെടുത്തി. ഡൽഹിയിൽ പ്രമുഖ നേതാവിനെ വിവരം അറിയിച്ചു. അവിടെ നിന്നും കിട്ടിയ അനുമതിക്ക് ശേഷമാണ് ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാക്കിയത്. 2023 ജനുവരിയിൽ ഡൽഹിയിൽ ചർച്ച നടന്നു. ഡൽഹിയിലെ ദളിത് ഹോട്ടലിൽ വെച്ചായിരുന്നു ചർച്ച. പിറ്റേന്ന് രാവിലെ ബി.ജെ.പിയിൽ ചേരാമെന്നായിരുന്നു ധാരണ. രാത്രി പക്ഷേ EP തീരുമാനം മാറ്റി. അതോടെ എല്ലാം ഉപേക്ഷിച്ച മട്ടായി. തുടർന്ന് ജയരാജന് താല്പര്യം ഉണ്ടെന്ന് നന്ദകുമാർ പറഞ്ഞതുകൊണ്ടാണ് രാമനിലയത്തിൽ കണ്ടത്. രാമനിലയത്തിൽ എന്റെ പേരിൽ മുറിയെടുത്ത് നന്ദകുമാർ വന്നു. അപ്പോൾ മന്ത്രി രാധാകൃഷ്ണൻ കവാടത്തിൽ നിൽക്കുന്നതുകൊണ്ട് മുറിയിലേക്ക് വരാനാവില്ല എന്ന് പറഞ്ഞു. താൻ ഇറങ്ങി നോക്കിയപ്പോൾ സംഭവം സത്യമായിരുന്നു. മന്ത്രി രാധാകൃഷ്ണൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് ജയരാജൻ വന്നു. ഒന്നാമനെ കാണണം അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനു ശേഷമാണ് ജാവേദ്കറെ കണ്ടത്. അതിനുശേഷവും നീക്കങ്ങൾ തുടർന്നു. ഒരു ദിവസം ജയരാജന്റെ മകന്റെ ഫോണിൽ നിന്നും മെസ്സേജ് വന്നു.
2023 ഏപ്രിൽ 24-ന് ഉദയൻ വിളിക്കുമെന്ന് പറഞ്ഞു. ഉദയൻ വിളിച്ചതനുസരിച്ച് എറണാകുളത്ത് ചെന്ന് അവിടെ വെച്ച് കുറെ കൂടി വിശദമായ ചർച്ച നടന്നു. എല്ലാം പരമരഹസ്യമായിരിക്കണമെന്നും മഹാരാഷ്ട്ര ഗവർണർ, കേന്ദ്രമന്ത്രി പദവികളിൽ ഒന്ന് ജയരാജന് കൊടുക്കണം എന്നും അന്ന് നന്ദകുമാർ ആവശ്യപ്പെട്ടു. ഇടനിലക്കാരൻ എന്ന നിലയിൽ നന്ദകുമാർ വൻതുകയും ചോദിച്ചു. ഇതിനിടെ എല്ലാം പിണറായി അറിഞ്ഞു. അതിനുശേഷം നടന്നതൊന്നും അറിയില്ല. ഉമ്മൻചാണ്ടിയുടെ സംസ്കാര വേളയിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് ജയരാജനെ കണ്ടു. പക്ഷെ PK ശ്രീമതി EP-യെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവർ പറഞ്ഞു, ശോഭയുടെ വാക്കുകളും വിവരണങ്ങളും എന്തൊക്കെയോ നടന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നുണ്ട്. ശോഭയുടെ വെളിപ്പെടുത്തലുകൾ അവരുടെ പാർട്ടിക്ക് പിടിച്ചിട്ടില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എങ്കിലും K സുരേന്ദ്രൻ തന്നെ അവരുടെ വാക്കുകൾക്ക് പരസ്യമായി ബലം പകരുകയാണ് ചെയ്തത്. BJP-യുടെ വിശ്വാസ്യത തകർക്കുന്ന നടപടിയായി അവരുടെ പ്രവൃത്തി എന്നാണത്രേ BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പ്രധാനമന്ത്രി തന്നെ സംഭവങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചതായി വാർത്തയുണ്ട്. മെയ് 7-ന് ചേർന്ന BJP-യുടെ നേതൃയോഗം വിഷയം ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. തന്റെ സന്ദർശനങ്ങളെക്കുറിച്ച് ശോഭ വെളിപ്പെടുത്തുന്നതിൽ ജാവേദ്കറും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗോകുലം ഗോപാലിനും EP ജയരാജനും അവർക്ക് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നന്ദകുമാറിനെതിരെ അവർ പോലീസിൽ പരാതി കൊടുത്തിട്ടുമുണ്ട്. എനിക്കെതിരെ നടക്കുന്ന വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെല്ലാം എന്നാണ് ജയരാജൻ പറയുന്നത്. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് അദ്ദേഹം പറയുന്നില്ല. എന്നാൽ തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയ്ക്ക് ശോഭാ സുരേന്ദ്രനും നന്ദകുമാറിനും എതിരെ അന്വേഷണം നടത്തണം എന്നാവശ്യപ്പെട്ട് അദ്ദേഹം DGP-ക്ക് കത്ത് നൽകിയിട്ടുണ്ട്. BJP നേതാവ് ജാവേദ്കറെ 2023 മാർച്ച് 5-ന് ആക്കുളത്തുള്ള മകന്റെ ഫ്ളാറ്റിൽ വെച്ച് കണ്ടതായി ജയരാജൻ സമ്മതിച്ചു. തീയതി ഓർക്കുന്നതിന് കാരണം അന്ന് മകന്റെ പിറന്നാളായിരുന്നു എന്നാണ്. നന്ദകുമാറിന് ഒപ്പമാണ് അദ്ദേഹം വന്നത്. താൻ വീട്ടിലേക്ക് വരുന്നു എന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അദ്ദേഹം വന്നത്. ഞാനൊരു പരിപാടിക്ക് ഇറങ്ങുകയായിരുന്നു. അതുകൊണ്ട് ഏറെ നേരം സംസാരിച്ചില്ല. 4 മിനിറ്റ് നേരമാണ് കൂടിക്കണ്ടത്. രാഷ്ട്രീയം ഒന്നും പറഞ്ഞില്ല. ജയരാജൻ തീർത്തു പറഞ്ഞു. രാഷ്ട്രീയം പറയാത്തതുകൊണ്ട് സന്ദർശനത്തെക്കുറിച്ച് പാർട്ടിയിൽ പറഞ്ഞില്ല. അദ്ദേഹം വിശദീകരിച്ചു. ശോഭാ സുരേന്ദ്രനെ താൻ കണ്ടിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ മരണവീട്ടിൽ വെച്ച് മാത്രമാണ് അവരെ കണ്ടതെന്നും ജയരാജൻ പറഞ്ഞു. നന്ദകുമാർ ഫ്രോഡാണ്, കഥകൾ ഉണ്ടാക്കുന്നു. അങ്ങേരും ശോഭയും തമ്മിൽ സാമ്പത്തിക ഇടപാട് തെറ്റിയപ്പോൾ എന്റെ പേരും വലിച്ചിഴച്ചതാണോ ജയരാജൻ പറഞ്ഞു. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്തെ കുറെ വോട്ട് ശരിയാക്കാം എന്ന് പറഞ്ഞു വന്നു. വെണ്ണല ക്ഷേത്ര പരിപാടിക്ക് കൊണ്ടുപോയി. നന്ദകുമാറിന്റെ അമ്മയാണെന്ന് അറിയാതെ ഒരു വൃദ്ധയെ പൊന്നാട അണിയിച്ചു. മുൻ DCC സെക്രട്ടറി മുരളിയാണ് ക്ഷണിച്ചത്. KV തോമസും ഉണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷന് ചില ബോംബ് പൊട്ടിക്കുവാൻ UDF നോക്കി. അവർ അതിനായി സ്വപ്ന സുരേഷിനെ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നു. വേറെ ചിലരെയും കൊണ്ടുവന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ എന്നെ ഇരയാക്കിയതാണ്. ഹൃദയസ്പർശിയായ ഒരു ഇരവാദമാണ് ജയരാജൻ ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ, നന്ദകുമാർ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർക്ക് മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസും അയച്ചിട്ടുണ്ട്. ജയരാജൻ ജാവേദ്കറെ കണ്ടതിൽ അപാകത ഇല്ലെന്നാണ് പിണറായിയുടെ പക്ഷം. അതിന് കാരണം പറയുന്നത് താനും ജാവേദ്കറെ കണ്ടിട്ടുണ്ട് എന്നതും പിണറായി ചെയ്യുന്നതോടെ ഏത് വിലക്കപ്പെട്ട പ്രവൃത്തിയും ന്യായമാവും. പക്ഷെ ജയരാജന് ഒരു അബദ്ധം പറ്റി. ദല്ലാൾ നന്ദകുമാറുമായുള്ള കൂട്ട്. നന്ദകുമാർ പാപിയാണ്. പാപിയുടെ കൂടെ കൂടിയാൽ ആരും പാപിയാകും, പിണറായി പറഞ്ഞു. അതുകൊണ്ട് EP കൂടുതൽ ജാഗ്രത പുലർത്തണം, അദ്ദേഹം ഉപദേശിച്ചു. മുകേഷ് അംബാനി, അനിൽ അംബാനി, അദാനിമാർ തുടങ്ങിയവരുടെ ദല്ലാളായി പ്രവർത്തിച്ചിട്ടുള്ളതായി ചിത്രീകരിക്കപ്പെടുന്ന തന്ത്രജ്ഞനാണ് ദല്ലാൾ നന്ദകുമാർ. മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദന്റെ അടുത്ത സഹായിയായിരുന്നു. ഡേറ്റാ സെന്റർ അംബാനിക്ക് കൈമാറിയ കേസിൽ VS-നൊപ്പം കൂട്ടുപ്രതിയായിരുന്നു. ലാവ്ലിൻ കേസ് CBI-ക്ക് വിട്ടത് നന്ദകുമാറിന്റെ സ്വാധീനത്തിലാണ് എന്നാണ് പ്രചരണം. അദാനിമാർ VS-നെ കാണാൻ ചെന്നത് നന്ദകുമാറിന് ഒപ്പമായിരുന്നു. അതായത് അത്ര ചെറിയ മീനൊന്നുമല്ല നന്ദകുമാർ. വലിയ ബന്ധങ്ങൾ ഉള്ളവൻ, തന്റെ പണി ശരിക്കറിയാവുന്നവൻ, എല്ലാവരുമായി ബന്ധമുള്ളവൻ. ശോഭയും ജയരാജനും പറയുന്നതല്ല നന്ദകുമാർ പറയുന്നത്. അദ്ദേഹം അവകാശപ്പെടുന്നത്
അദ്ദേഹത്തിന് എല്ലാവരോടുമുള്ള ദൃഢമായ ബന്ധത്തെക്കുറിച്ചാണ്. തന്നെ പാവി എന്ന് വിളിക്കുന്ന പിണറായി ലാവ്ലിൻ കേസിൽ സഹായം തേടി തന്നെ വിളിച്ചിരുന്നതായി അദ്ദേഹം അവകാശപ്പെട്ടു. 2004 മുതൽ പിണറായിയുമായി ബന്ധമുണ്ട്. പലതവണ കൂടിക്കണ്ടു. 2016 കോട്ടയത്ത് കേരളയാത്ര എത്തിയപ്പോൾ സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്നുമാണ് വിളിച്ചത്. സ്കറിയ തോമസ് കോട്ടയത്തെ പിണറായിയുടെ അടുത്ത സുഹൃത്താണ്. 1980കളിൽ കേരള കോൺഗ്രസ് മാണിയുടെ MP ആയിരുന്നു അവസാനം മാണിയുമായി പിണങ്ങി. പിളർന്ന് സ്വന്തം കേരള കോൺഗ്രസിലായി. പിണറായി അവസാനം വരെ മത്സരിക്കുവാൻ സീറ്റ് കൊടുത്തു. അതുകൊണ്ട് നന്ദകുമാർ പറയുന്നതിലെ സത്യം ഉണ്ടെന്ന് തോന്നും. ലാവ്ലിൻ കേസിലെ ഹൈക്കോടതി വിധി എതിരാകാതിരിക്കുവാൻ ഒരു അഭിഭാഷകൻ വഴി ശ്രമിക്കാനാണ് തന്റെ സഹായം ചോദിച്ചത് എന്നും ദല്ലാൾ വെളിപ്പെടുത്തി. അദ്ദേഹം ഇടപെട്ടതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടായില്ല. ഏതായാലും അഭിഭാഷകന് ഗുണമുണ്ടായി, വലിയ പദവി കിട്ടി. ജാവേദ്കർ EP-യെ കണ്ടത് സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിക്കുവാനാണ്. അക്കാര്യം സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ജയരാജൻ കരുവന്നൂർ, കുട്ടനെല്ലൂർ ലാവ്ലിൻ കേസുകളുടെ കാര്യം പറഞ്ഞു. ലാവ്ലിൻ സഹായിക്കാം എന്ന് ജാവേദ്കർ സമ്മതിച്ചു. പിണറായിക്ക് അത് മതിയല്ലോ. ഇക്കഴിഞ്ഞ മെയ് 1 ആ കേസ് സുപ്രീം കോടതി 40ാം തവണയും മാറ്റിവെച്ചില്ലേ. കോടിയേരി അമിത്ഷായെ കാണുവാൻ നോക്കിയിരുന്നു എന്നും നന്ദകുമാർ പറഞ്ഞു. ബിനീഷ് കേസാവും അദ്ദേഹം സൂചിപ്പിക്കുവാൻ ഉദ്ദേശിച്ചിരിക്കുക. ഇടതുമുന്നണി കൺവീനർ ജയരാജൻ BJP നേതാവ് ജാവേദ്കറെ കണ്ടു എന്ന വാർത്ത കേരള രാഷ്ട്രീയത്തിൽ വലിയ ഇളക്കമുണ്ടാക്കി. പ്രതിപക്ഷം കൊണ്ടുകയറിയത് മാത്രമല്ല, മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ പരസ്യമായി ശാസിച്ചു. വിഷയം പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ഏതായാലും ഏപ്രിൽ 29 ചേർന്ന പാർട്ടി സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തു. ജയരാജനെതിരെ ശക്തമായ നടപടി വേണ്ട എന്ന് സെക്രട്ടേറിയറ്റ് ധാരണയിലെത്തിയതായാണ് പുറത്തുവന്ന വാർത്ത. അദ്ദേഹത്തെ ഇടതുമുന്നണിയുടെ കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റേണ്ടതില്ലെന്നും തീരുമാനിച്ചു. അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവുണ്ടായെന്നും യോഗം നിരീക്ഷിച്ചു. മാധ്യമങ്ങൾക്ക് മുൻപിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി അദ്ദേഹത്തെ ന്യായീകരിച്ച് സംസാരിച്ചു. ജാവേദ്കർ ആ വഴി പോയപ്പോൾ അദ്ദേഹത്തെ കണ്ടതാണ്. 4 മിനിറ്റാണ് സംസാരിച്ചത്. അവർ രാഷ്ട്രീയം സംസാരിച്ചില്ല. രാഷ്ട്രീയം സംസാരിച്ചാൽ പാർട്ടിയെ അറിയിച്ചാൽ മതി. ജയരാജൻ നൽകിയ വിശദീകരണം തന്നെ പാർട്ടി സെക്രട്ടറിയും നൽകി. ഞാൻ നയിച്ച ജാഥയിൽ ജയരാജൻ പങ്കെടുക്കേണ്ടതില്ല. പാർട്ടി സെക്രട്ടറി നയിച്ച ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാതെ ജയരാജൻ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിലും ക്ഷേത്രത്തിലും നടന്ന പരിപാടിയിൽ സംബന്ധിച്ചതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു. അതുപോലെ ജയരാജനേക്കാൾ ജൂനിയറായ ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയ കാര്യം ചോദിച്ചപ്പോൾ സീനിയറും ജൂനിയറും നോക്കിയല്ല സെക്രട്ടറിയെ നിയോഗിക്കുക എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കൊല്ലത്തെ MP പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ അതിഥിയായി പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുത്തതിനെ പരിഹസിക്കുന്നവർ ജയരാജന്റെ കാര്യത്തിൽ ഈ സമീപനം സ്വീകരിക്കുന്നത് എന്തെന്ന് ചോദിച്ചപ്പോൾ പ്രേമചന്ദ്രൻ കാപ്പി കുടിച്ച പോലെയല്ല ജയരാജൻ ചെയ്തത് എന്നായിരുന്നു സെക്രട്ടറിയുടെ ന്യായം. പാർട്ടി സെക്രട്ടറി ഇതെല്ലാം പറഞ്ഞെങ്കിലും ചെയ്തെങ്കിലും പാർട്ടിയുടെ സൈബർ പോരാളികളായി പോരാളി ഷാജിയും റെഡ് ആർമിയും ജയരാജന് എതിരെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം ഏത് രൂപം പ്രാപിക്കും എന്ന് കണ്ടറിയണം. സെക്രട്ടേറിയറ്റ് തീരുമാനത്തിൽ എല്ലാം അവസാനിച്ചു എന്ന് ഇപ്പോൾ കരുതാനാവില്ല. വൈദേഹം റിസോർട്ട്സ്, ജയരാജന്റെ ഭാര്യയ്ക്കും മകനും ഓഹരിയുള്ള കണ്ണൂർ മൊറാഴയിലെ വൈദേഹം ആയുർവേദ ഫിലിമിംഗ് വില്ലേജിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഫണ്ട് കൊണ്ടുവരൽ എന്നിവ നടന്നിട്ടുണ്ട് എന്ന പരാതിയെക്കുറിച്ച് ED തെളിവ് ശേഖരണം തുടങ്ങി. ഏപ്രിൽ 15 കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ ട്രസ്റ്റിനാണ് വില്ലേജിന്റെ നടത്തിപ്പ് ചുമതല. 2014 ഡിസംബർ 9 കണ്ണൂർ ആയുർവേദിക് മെഡിക്കൽ കെയർ നിലവിൽ വന്നു. 3 കോടി രൂപയാണ് മൂലധനം. ജയരാജന്റെ മകൻ ജയ്സൺ ഡിസംബർ 9 മുതലും ജയരാജന്റെ ഭാര്യ ഇന്ദിര 2021 ഒക്ടോബർ 30 മുതലും സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായി. 91.99 ലക്ഷം രൂപയുടെ ഓഹരികൾ അവർക്കുണ്ട്. കൊച്ചി സ്വദേശി MR അജയൻ EDക്ക് കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. 2023 ഫെബ്രുവരി 24 പരാതി കൊടുത്തത്. MC രമേശ് കള്ളപ്പണം വെളുപ്പിച്ചതായും ഡയറക്ടർ പന്തണ്ടവിട മുഹമ്മദ് അഷ്റഫിലൂടെ
വിദേശ പണം കൊണ്ടുവന്നതായും അജയിന്റെ പരാതിയിൽ പറയുന്നു. റിസോർട്ടിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ പരാതി ഉയർത്തിയിരുന്നു. അത് വിവാദവുമായി. ശോഭയും ജയരാജനും പിണറായിയും നന്ദകുമാറും പറഞ്ഞതിൽ സത്യമുണ്ട്. പൂർണ്ണ സത്യമാവില്ല ഒന്നും. പാർട്ടി തന്നെ തഴയുന്നു എന്ന് തോന്നിയപ്പോൾ എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കാൻ ഒരു തിരക്കഥ ഉണ്ടാക്കിയതാവാം ജയരാജൻ. ഏതായാലും ചില ചർച്ചകൾ നടന്നു. ജയരാജൻ മാത്രമല്ല, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി വരെ ചർച്ച നടന്നു. ഇവയിൽ ഏറ്റവും വാർത്താ പ്രാധാന്യം ജയരാജനുണ്ട്. കാരണം അദ്ദേഹം ഭരണമുന്നണിയുടെ കൺവീനറാണ്. CPM കോട്ടയിൽ വിള്ളലുണ്ടാക്കുവാനായാൽ അത് വലിയ സംഭവം തന്നെ അല്ലേ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകാവുന്ന കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം അർപ്പിച്ച് അഥവാ പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ പാർട്ടി തീരുമാനിച്ചാൽ പകരക്കാരനായി വരാനുള്ള ജയരാജന്റെ സാധ്യത ഇല്ലാതാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അറിവോടെ നടത്തിയ തന്ത്രപൂർവമായ കളിയായിരുന്നു ജയരാജനെതിരെ വന്ന കഥകൾ എന്ന് ദീർഘകാലം CPMന്റെ അണിയറക്കാരനായിരുന്ന ദേശാഭിമാനിയുടെ മുൻ ലേഖകൻ G ശക്തിധരന്റെ നിരീക്ഷണവും CPMലെ കണ്ണൂർ ലോബിയുടെ വിനാശത്തിന്റെ അടയാളമാണ് ഇതെന്ന ദീർഘകാലം പിണറായിയുടെ അടുപ്പക്കാരനായിരുന്ന കോൺഗ്രസ് നേതാവ് ചെറിയാൻ ഫിലിപ്പിന്റെ നിരീക്ഷണവും പാടെ തള്ളിക്കളയാവുന്നതല്ല. ശക്തിധരൻ കടുത്ത VS പക്ഷക്കാരനായിരുന്നത് കൊണ്ട് എന്നും പിണറായിയുടെ ശത്രുപക്ഷത്തായിരുന്നു എങ്കിലും ജയരാജൻ സംഭവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം കേവലം പക തീർക്കലായി കണക്കാക്കാനാവില്ല. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം രാവിലെ തന്നെ ജയരാജൻ താൻ BJP നേതാവ് ജാവേദ്കറെ കണ്ടിരുന്നു എന്ന് കുറ്റസമ്മതം നടത്തിയതും ഇതിലും എത്രയോ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാറുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് രാവിലെ തന്നെ ജയരാജന്റെ പ്രതികരണത്തോട് പ്രതികരിച്ചതും ജയരാജന് നോട്ടപ്പിശകുണ്ടായെന്നും അതെല്ലാം തെറ്റായ കൂട്ടുകെട്ടിൽ നിന്നും ഉണ്ടായതാണെന്ന് ന്യായീകരിച്ച് ജയരാജനെ രക്ഷിക്കുവാൻ കളത്തിൽ ഇറങ്ങിയതും തീർത്തും ആകസ്മികമായ സംഭവങ്ങളാണോ? ശക്തിധരൻ സ്വപ്നം കാണുന്നത് പോലെയും മുഖ്യമന്ത്രിയുടെ ശൈലിയിൽ മനസ്സുമടുത്ത ഇടതുമുന്നണിയിലെ തന്നെ ചില ഘടകകക്ഷികൾ അടക്കം പറയുന്നത് പോലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് ഫലം ഉണ്ടായാലും പിണറായിക്ക് ഇളക്കമുണ്ടാവില്ല. അതിനുള്ള കരുനീക്കം നടത്തുന്നതിന് ഉറപ്പുള്ള ഒരു സഖാവും ഇന്ന് CPMൽ ഇല്ലെന്നാണ് ഇതുവരെയുള്ള അടയാളങ്ങൾ. CPMലെ കണ്ണൂർ ലോബി തകരുന്നു എന്ന ചെറിയാന്റെ നിരീക്ഷണം കൂടുതൽ യാഥാർത്ഥ്യബോധമുള്ളതാണ്. അവിടുത്തെ കരുത്തരായ 3 ജയരാജന്മാരും ഇപ്പോൾ 3 ചേരികളിലാണ്. പി ജയരാജനാണ് EP-യുടെ വൈദേഹം റിസോർട്ടിനെതിരെ സംസ്ഥാന കമ്മിറ്റിയിൽ കലാപം അഴിച്ചുവിട്ടത്. MV ജയരാജൻ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. ജയിച്ചാലും തോറ്റാലും മറ്റു 2 ജയരാജന്മാരും പഴയതുപോലെ ആവില്ല. എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നവനായിരുന്ന കോടിയേരി മരിച്ചു. പകരം വന്ന ഗോവിന്ദൻ മാസ്റ്റർ തന്നെ വിവാദ നായകനാണ്. അദ്ദേഹത്തിന്റെ വരവാണ് EP-യെ ഇതിലേക്കെല്ലാം നയിച്ചതെന്നാണ് വാദം. കേരളത്തിലെ സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി നടുറോട്ടിൽ വെച്ച് തന്നോട് അപമര്യാദയായി പെരുമാറുകയും തന്നെ അശ്ലീല ചേഷ്ടകൾ കാണിച്ച് പരിഹസിക്കുകയും ചെയ്ത ഒരു KSRTC ഡ്രൈവറെ വാഹനം ഓടിച്ച് ഓവർടേക്ക് ചെയ്ത് ബസ് തടഞ്ഞ് വലിച്ചിറക്കി കൈകാര്യം ചെയ്താൽ എന്താവും കേരളത്തിലെ സാധാരണക്കാരന്റെ പ്രതികരണം? എന്താവും സർക്കാരിന്റെ പ്രതികരണം? സാധാരണ നിലയിൽ പോലീസ് എത്തും. യുവതിയുടെ പരാതി പ്രകാരം ഡ്രൈവർക്കെതിരെ കേസെടുക്കും. ബസ് ബലം പ്രയോഗിച്ച് തടഞ്ഞതിനും അങ്ങനെ യാത്രാ തടസ്സം ഉണ്ടാക്കിയതിനും എങ്കിലും യുവതിക്കെതിരെയും കേസെടുക്കും. കോർപ്പറേഷനും സർക്കാരും ഡ്രൈവറെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കും. ഡ്രൈവറുടെ സംഘടനാക്കാർ മിന്നൽ പണിമുടക്ക് പോലും നടത്തും. പ്രതിഷേധം തീർച്ചയായും ഉണ്ടാവും. ഇത്തരം പെരുമാറ്റങ്ങൾ മിക്കവാറും കണ്ടിട്ടുള്ള ജനം യുവതിക്ക് കട്ട സപ്പോർട്ടും കൊടുക്കും. എന്നാൽ സമാനമായ സംഭവം ഏപ്രിൽ 28-ന് കേരളത്തിന്റെ തലസ്ഥാനത്ത് ഉണ്ടായിട്ട് ജനം ഒന്നടങ്കം യുവതിക്ക് എതിരെ വന്നതും സർക്കാർ സംവിധാനങ്ങളും പോലീസും ഇരയാക്കപ്പെടുന്നു എന്ന് കരുതപ്പെടുന്ന ഡ്രൈവർക്ക് അനുകൂലമായും വന്നു. എന്തുകൊണ്ട്? തിരുവനന്തപുരത്തെ CPM മേയർ ആര്യ രാജേന്ദ്രൻ എന്നറിയപ്പെടുന്ന ആര്യയും ഭർത്താവ് ബാലുശ്ശേരി MLA-യുമായ സച്ചിൻ ദേവും സംഘവുമാണ് KSRTC-യിലെ ദിവസക്കൂലിക്കാരനായ ഒരു ഡ്രൈവറുമായി ഏറ്റുമുട്ടി വല്ലാതെ പരിക്കേറ്റിരുന്നവർ.
ഒരു വിവാഹ വിരുന്ന് കഴിഞ്ഞ് സ്വകാര്യ കാറിൽ സഞ്ചരിച്ചിരുന്ന ആര്യയും സംഘവുമാണ് ഡ്രൈവറുമായി ഉടക്കിയത്. തൃശൂരിൽ നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന KSRTCയുടെ ഒരു സൂപ്പർഫാസ്റ്റ് ബസ് പട്ടത്ത് വെച്ച് ആര്യയുടെ വാഹനത്തിന് സൈഡ് കൊടുത്തില്ല എന്ന ന്യായം പറഞ്ഞ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് അവരും ഭർത്താവും അടങ്ങുന്ന സംഘം അവർ സഞ്ചരിച്ചിരുന്ന കാറ് ഇടതുവശത്തുകൂടി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് ബസ്സിന് കുറുകെ ഇട്ട് തടയുകയും ഡ്രൈവറുമായി ഉടക്കുകയും ചെയ്തു. ആര്യയുടെ ഭർത്താവായ സച്ചിൻ ബസ്സിൽ ചാടിക്കയറി ഈ ബസ് ഇവിടെ വരെയേ ഉള്ളൂ എന്നും എല്ലാ യാത്രക്കാരോടും അവിടെ യാത്ര അവസാനിപ്പിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്തതായാണ് വാർത്ത. ഏതായാലും ബസ്സിലുണ്ടായിരുന്ന 12 ദീർഘദൂര യാത്രക്കാർക്കും തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും 3 കിലോമീറ്റർ അകലെ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. ആര്യയുടെയും സച്ചിന്റെയും ബസ്സിലെ പരാക്രമങ്ങൾ മൊബൈലിൽ പകർത്തിക്കൊണ്ടിരുന്ന ഒരാളിൽ നിന്നും വിപ്ലവ സംഘടനയുടെ യുവനേതാവായ സച്ചിൻ ഫോണ് വാങ്ങി റെക്കോർഡ് ചെയ്തതെല്ലാം ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. ഡ്രൈവറുടെ നേരെ കുപിതയായ ആര്യ ചോദിച്ചു, ഞാൻ ആരാണെന്ന് തനിക്കറിയാവോ? ഇല്ല, അയാൾ മറുപടി പറഞ്ഞു. തിരുവനന്തപുരത്തെ കുട്ടികൾക്ക് പോലും അറിയാം ഞാൻ ആരാണെന്ന് അവർ പറഞ്ഞു. പിന്നീട് സ്വയം വെളിപ്പെടുത്തി, ഞാൻ ഇവിടുത്തെ മേയറാണ്. ഡ്രൈവർ പറഞ്ഞു, എല്ലാ മാസവും ശമ്പളം തന്നിട്ട് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. സാധാരണ യുവതി മേയറായതോടെ സംവിധാനങ്ങൾ മുഴുവൻ അവർക്ക് അനുകൂലമായി. മേയറുടെ പരാതിയെ തുടർന്ന് പോലീസും KSRTC അധികൃതരും സ്ഥലത്തെത്തി ഡ്രൈവർക്കെതിരെ നിയമം തെറ്റിച്ചുള്ള ഡ്രൈവിംഗിനും മോശം പെരുമാറ്റത്തിനും കേസെടുത്തു. അയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് കണ്ടക്ടറെ ഏൽപ്പിച്ച് ഡ്രൈവർ പോലീസിനൊപ്പം പോയി. ഇത്തരത്തിൽ ഒരു പ്രവൃത്തി ചെയ്തേക്കാവുന്ന ഒരു സാധാരണ യുവതിക്ക് കിട്ടാത്ത സംരക്ഷണങ്ങൾ ആര്യയ്ക്കും ഭർത്താവിനും ലഭിക്കുകയായി. യാത്രാ തടസ്സം ഉണ്ടാക്കിയ മേയർക്കും സംഘത്തിനുമെതിരെ പോലീസ് കേസെടുത്തതേയില്ല. ഡ്രൈവർ പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുത്തില്ല. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവിടുത്തെ നല്ലവളായ ഉദ്യോഗസ്ഥയ്ക്ക് നിർബന്ധം മേയറോട് മാപ്പ് പറയണം. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ഡ്രൈവർ മേയറെ വിളിക്കുമ്പോൾ വണ്ടി തടഞ്ഞതിന് അതുവരെ ഇല്ലാത്ത പുതിയ കാരണം വരുന്നു. ഡ്രൈവർ അവരെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചുവത്രേ. അങ്ങനെ ഉണ്ടായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ബസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രൈവർക്കും അതിന് സാധിക്കില്ലെന്നാണ് മേയറുടെ കേസിലെ പ്രതിയായ ഡ്രൈവർ യദു പറയുന്നത്. ഏതായാലും മേയർ മാപ്പ് കൊടുത്തില്ല. ഇതിനിടെ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തു. യാത്രക്കാരന്റെ മൊബൈലിലെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടെങ്കിലും അവിടെ ഉണ്ടായിരുന്ന CCTVയിലും നിർമ്മിത ബുദ്ധി ക്യാമറയിലും എല്ലാം ഉണ്ടായിരുന്നു. സംഭവം മുഴുവൻ വീഡിയോയിൽ ചിത്രീകരിക്കപ്പെട്ടതുകൊണ്ട് മേയർ പറഞ്ഞതിലെ പൊരുത്തക്കേടുകൾക്ക് കള്ളം പറയാത്ത സാക്ഷികളായി. തന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതിന് മേയർ പറഞ്ഞ ന്യായങ്ങളെല്ലാം സത്യമല്ലെന്ന് വന്നതോടെയാണ് അവർക്കും ഭർത്താവിനും അവരെ കണ്ണടച്ച് പിന്താങ്ങുന്ന പാർട്ടിക്കും അവരെ സഹായിക്കുന്നതിനായി പലതും ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സർക്കാരിനും വലിയ പരിക്കുണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പരിണമിക്കുന്നത്. താനും സഹോദരിയും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് സൈഡ് തന്നില്ലെന്ന് മാത്രമല്ല, തങ്ങളെ ലൈംഗിക ചേഷ്ടകൾ കാണിച്ച് അപമാനിച്ചു എന്നും ആര്യ ആരോപിച്ചു. അങ്ങനെ ഒരു സംഭവവും ഉണ്ടായിട്ടില്ലെന്ന് ഡ്രൈവറും വാദിക്കുന്നു. തങ്ങൾക്ക് സൈഡ് തന്നില്ലെന്ന് മാത്രമല്ല, ലക്ക് കെട്ട് ഓടിച്ച് 1-2 വണ്ടികളിൽ തട്ടിയാണ് ബസ് പോയതെന്നും ആര്യ ആരോപിച്ചു. ഡ്രൈവർ മോശമായ ആംഗ്യം കാണിച്ചു എന്ന് പരിശോധിക്കുന്നതിനുള്ള ബസ്സിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതായി 3-ാം പക്കം പോലീസ് കണ്ടെത്തി. തമ്പാനൂർ ഡിപ്പോയിൽ കിടന്ന ബസ്സുകളിൽ ഈ ബസിന്റെ മാത്രം മെമ്മറി കാർഡാണ് കാണാനുള്ളത്. ഡ്രൈവറെ സംഭവ സ്ഥലത്ത് വെച്ച് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതാണ്. അതിനുശേഷം പോലീസ് അകമ്പടിയോടെ വന്ന് അദ്ദേഹം തന്റെ ബാഗ് എടുത്തുകൊണ്ട് പോകുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് മെമ്മറി കാർഡ് കാണാത്തതിന് ഉത്തരവാദി അയാളല്ല, കോർപ്പറേഷനാണ്. ഡ്രൈവറെ പോലീസ് കൊണ്ടുപോകുമ്പോൾ കണ്ടക്ടർക്കാണ് ബസിന്റെ ചുമതല. സാധാരണഗതിയിൽ മേയറെ സഹായിക്കുവാനായി അത് നടത്തി എന്നേ സാധാരണക്കാർ വിശ്വസിക്കൂ. ഇനി മെമ്മറി കാർഡ് തിരിച്ചു കിട്ടിയാലും അതിൽ മേയർ പറഞ്ഞതുപോലുള്ള ആംഗ്യം ഉണ്ടായാൽ പോലും ജനം കണ്ണടച്ച് വിശ്വസിക്കില്ല. മേയർ പറയുന്നത് പോലെ മറ്റു വാഹനങ്ങളിൽ തട്ടാൻ പോയോ എന്നൊക്കെ നിരത്തിലാകെയുള്ള നിർമ്മിത ബുദ്ധി ക്യാമറകളും CCTVകളും സത്യം പറയില്ലേ എന്നാണ് ഡ്രൈവർ ചോദിക്കുന്നത്. സംഭവം വിവാദമായപ്പോൾ തങ്ങൾ ബസ് തടഞ്ഞില്ലെന്നും സിഗ്നൽ നിർത്തിയപ്പോൾ ഡ്രൈവറോട് സംസാരിക്കുകയായിരുന്നു എന്നുമാണ് ആദ്യം മേയർ പറഞ്ഞത്. പക്ഷേ വീഡിയോയിൽ മേയറുടെ കാറ് ബസിന്റെ ഇടതുവശത്തുകൂടി കയറി വന്ന് സീബ്ര ലൈനിൽ വിലങ്ങനെ ഇട്ട്
ബസ് തടയുന്നതായി കാണാം. അതോടെ പൗരന്മാരുടെ യാത്രാ സ്വാതന്ത്ര്യം തടയുന്നു എന്ന മൗലികാവകാശ ലംഘനം മേയറും സംഘവും നടത്തി എന്ന് വ്യക്തമായി. ഡിവൈഎഫ്ഐക്കാർക്ക് ഈ അവകാശം ഉണ്ട് എന്നാവും അവർ കരുതുന്നത്. പലപ്പോഴും പെരുമാറുന്നത് അങ്ങനെയാണ്. ബസ്സിലുണ്ടായിരുന്ന 12 ദീർഘദൂര യാത്രക്കാരെ യാത്ര പൂർത്തിയാകുന്നതിന് മുമ്പ് ബസ്സിൽ നിന്നും ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA നിർബന്ധിച്ച് ഇറക്കി വിട്ടെന്നാണ് ഒരു ആരോപണം. അത് സംബന്ധിച്ച വീഡിയോകൾ ഒന്നും കണ്ടില്ല. സംഭവങ്ങൾ മൊബൈലിൽ പകർത്തിയ ഒരു യാത്രക്കാരന്റെ മൊബൈലിൽ നിന്നും സച്ചിൻ ദേവ് നിർബന്ധിച്ച് അവയെല്ലാം ഡിലീറ്റ് ചെയ്യിച്ചതായും ആരോപണമുണ്ട്. എന്നാൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരവും ഫോൺ നമ്പറും കോർപ്പറേഷന്റെ കൈവശം ഉള്ളതുകൊണ്ട് ഇതിന്റെ എല്ലാം സത്യാവസ്ഥ കോർപ്പറേഷന് മനസ്സിലാക്കാവുന്നതാണ്. ബസ്സിലുണ്ടായിരുന്ന 12 പേരും കടുത്ത സഖാക്കളാണെങ്കിൽ സത്യം പുറത്ത് വരണമെന്നില്ല. അങ്ങനെ ആവാൻ തരമില്ലല്ലോ. അവരെ ഭീഷണിപ്പെടുത്തി നിശബ്ദരാക്കുവാൻ പാർട്ടി ശ്രമിക്കാനും മതി. മേയറും യുവ MLAയും കാണിച്ച ധിക്കാരത്തിന് ന്യായീകരണം കണ്ടെത്തുന്നതിന് CPM-ഉം DYFI-യും കൈയും മെയ്യും മറന്ന് രംഗത്തു വന്നതോടെ ഡ്രൈവർക്കുള്ള പിന്തുണ വർദ്ധിക്കുകയാണ്. കുടുംബം പുലർത്താൻ പുലർച്ചെ 5 മണി മുതൽ വെറും 700 രൂപ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു യുവ പിതാവാണ് ഡ്രൈവർ യദു. കേരളത്തിൽ അതിഥി തൊഴിലാളി എന്ന് ആദരവോടെ വിളിക്കുന്നവർക്ക് പോലും ദിവസം 1000 രൂപ കൂലി ഉള്ളപ്പോഴാണ് ഈ പാവങ്ങൾക്ക് 700 രൂപ കൂലി കൊടുക്കുന്നത് എന്ന് ഓർക്കണം. അതും കൃത്യമായി എല്ലാ മാസവും കൊടുക്കുന്നില്ല. തൊഴിലാളികളുടെ പാർട്ടിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും MLAയും അവർ പ്രഘോഷിക്കുന്ന തൊഴിലാളി വർഗത്തോട് കാണിച്ച ആദരവിന്റെ ചിത്രം കൂടിയാണ് ഈ സംഭവം. അദ്ദേഹത്തെ കുടുക്കുവാൻ മേയർ തനിക്കുള്ള എല്ലാ സ്വാധീനങ്ങളും ഭരണ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നതിന്റെ സൂചനകളുമുണ്ട്. കോർപ്പറേഷൻ കൗൺസിൽ കൂടി മേയർക്ക് അനുകൂലമായ പ്രമേയം പാസാക്കി. പ്രതിപക്ഷം മേയറുടെ പ്രവൃത്തിയെ വല്ലാതെ കുറ്റപ്പെടുത്തി. ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയാണ്, ഒരവസരത്തിൽ മേയർ പറഞ്ഞു എന്നാണ് ദേശാഭിമാനി കോർപ്പറേഷൻ യോഗത്തെക്കുറിച്ച് തരുന്ന ചിത്രം. യദു നേരത്തെ സ്വകാര്യ ബസ് ഓടിച്ചപ്പോൾ ഉണ്ടായ ഒരു സംഭവം വരെ മേയർ പഴയകാല രേഖകളിൽ നിന്നും ശേഖരിച്ചു. ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്ന കുറ്റം ഘടിപ്പിച്ചു. അത്തരം ഡ്രൈവർമാർ ഉണ്ടെന്നത് സത്യമാണ്. ഇവിടെ പ്രതിയാക്കപ്പെട്ട ഡ്രൈവർ ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എങ്കിൽ വലിയ കുറ്റമാണ്. അതിനുള്ള തെളിവ് ഉൾക്കൊള്ളാവുന്ന ബസിന്റെ മെമ്മറി നഷ്ടപ്പെട്ടതോടെ അത് തെളിയിക്കുവാൻ മേയർ ബുദ്ധിമുട്ടും. ഡ്രൈവറും പോരാടുവാൻ തന്നെയാണ്. ദിവസക്കൂലിക്കാരനായ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ കാര്യമായി ഒന്നുമില്ല. മേയർക്കെതിരെ കേസെടുക്കുവാൻ അദ്ദേഹം DGPക്ക് പരാതി കൊടുക്കാനിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ പിന്തുണ കിട്ടുന്നതിനനുസരിച്ചിരിക്കും കേസിന്റെ ഭാവി. ഒരു യുവതിയോട് ഒരു KSRTC ഡ്രൈവർ കാണിച്ച ഹീനമായ പ്രവൃത്തി എന്നതിൽ നിന്ന് CPM-ലെ 2 യുവ നേതാക്കളുടെ അഹങ്കാരത്തിന് ദിവസക്കൂലിക്കാരനായ ഒരു യുവ പിതാവ് ബലിയാടാക്കപ്പെടുന്നു എന്ന ചിന്തയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിൽ മേയറും ഭർത്താവും വല്ലാതെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അതാണ് ഈ വിഷയത്തെ വളരെ ഗൗരവമുള്ളതാക്കുന്നത്. നിയമം കയ്യിലെടുക്കുന്ന മേയറും MLAയും അതിൽ കുറ്റം കാണാത്ത സർക്കാരും. അധികാരത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ഒരു മേയർ നടത്തുന്ന നിയമലംഘനത്തെ എങ്ങനെ ഒരു സാധാരണ യുവതിയുടെ നീതിക്കു വേണ്ടിയുള്ള പോരാട്ടമാവും? മേയർക്കും ഭർത്താവ് MLAയ്ക്കും മാത്രമല്ല, പിണറായി സർക്കാരിനും അപമാനകരമായി ഇക്കാര്യത്തിൽ പോലീസ് എടുത്ത ഇരട്ട സമീപനം സഖാക്കൾ എത്ര വാഴ്ത്തുപാട്ടുകൾ പാടിയാലും പോവില്ല. ഈ ഇരട്ട നീതിയുടെ കറ. ലോക്സഭയിൽ 400 സീറ്റ് നേടാനുള്ള നീക്കത്തിൽ BJP കോൺഗ്രസിനെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക വ്യാഖ്യാനിച്ചുകൊണ്ട് മോദി തന്നെ അവരുടെ മുസ്ലിം പ്രീണനത്തിനെതിരെ ശക്തമായി കടന്നാക്രമിക്കുന്നു. മുസ്ലിം പ്രീണനം നടത്തും, പക്ഷേ മതേതര കൊടി പിടിച്ചാണ് എന്നതുകൊണ്ട് കോൺഗ്രസിന് ഈ ആരോപണങ്ങളെ ശക്തമായി നേരിടാനാവുന്നില്ല. പിന്നോക്കക്കാർക്കുള്ള സംവരണം ജാതി അടിസ്ഥാനത്തിലാക്കി മുസ്ലിമുകൾക്ക് കൊടുക്കുന്നതിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന മോദിയുടെ ആരോപണത്തെ അതേ നാണയത്തിൽ നേരിടാൻ കോൺഗ്രസിനാവുന്നില്ല. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ജാതി അടിസ്ഥാനത്തിൽ മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കുന്നത് മോദി ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നു. ജാതി സെൻസസ് എന്ന ആശയത്തിലൂടെ BJPയുടെ വോട്ട് ബാങ്കായ ഹിന്ദുക്കൾക്കിടയിൽ കോൺഗ്രസ് വിതയ്ക്കുവാൻ നോക്കിയ ഭിന്നതയുടെ വിത്തുകൾ വലിയ ആയുധമാക്കുകയാണ് മോദി.
താൻ ഉള്ളിടത്തോളം കാലം ജാതി സെൻസസ് നടക്കില്ലെന്ന് മോദി വെല്ലുവിളിക്കുന്നു. ഇന്ത്യയിലെ വികസനത്തിന്റെ നേട്ടങ്ങൾക്ക് ഒന്നാമത്തെ അവകാശികൾ മുസ്ലിമുകൾ ആണെന്ന് 2006 മൻമോഹൻ സിംഗിന്റെ പ്രസംഗത്തെയും കോൺഗ്രസ് എല്ലാം മുസ്ലിമുകൾക്ക് കൊടുക്കുവാൻ പോകുന്നു എന്ന ആരോപണത്തിന് തെളിവായി മോദി ഹാജരാക്കുന്നു. കോൺഗ്രസ് ഭരണഘടന പോലും മുസ്ലിമുകൾക്കായി ഭേദഗതി ചെയ്യും എന്നുവരെ മോദി ഭയപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ പിന്തുടർച്ച നിയമത്തെക്കുറിച്ച് കോൺഗ്രസുകാരുടെ ബുദ്ധികേന്ദ്രമായ സാം പിട്രോഡ നടത്തിയ നിർദ്ദേശം കോൺഗ്രസ് നടപ്പാക്കുമെന്നും മോദി ഭീഷണിപ്പെടുത്തുന്നു. മുസ്ലിം സമൂഹം വലിയ രീതിയിൽ വളർന്നതായും അവരുടെ ജനന നിരക്ക് ഭീകരമാണെന്നും വരെ മോദി പറഞ്ഞു. ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ചവർ കണ്ടെത്തിയത് അത്ര ഭീകരമായ വളർച്ച ഇല്ലെന്നാണ്. ഹിന്ദുക്കളുടെ ഫെർട്ടിലിറ്റി നിരക്ക് 2019-21 കാലത്ത് 1.94 ആണെങ്കിൽ മുസ്ലിമുകൾക്ക് അത് 2.36 ആണ്. 2015-16 കാലത്ത് അത് 2.13ഉം 2.62ഉം ആയിരുന്നു. ക്രൈസ്തവരുടെ നിരക്ക് 1.88ഉം സിഖുകാരുടേത് 1.61ഉം ബുദ്ധരുടേത് 1.39ഉം ആണ്. ഇതനുസരിച്ച് മുസ്ലിമുകളുടെ ജനന നിരക്കും കുറയുകയാണ്. ഷിലോഹിന്റെ കാഴ്ചകൾ ഇനി അടുത്ത ആഴ്ച.